മകളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇതാ നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. നിങ്ങളുടെ സ്വകാര്യ നിയോഗങ്ങളും ആരോരും അറിയാത്ത സങ്കടങ്ങളും നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ഈശോയ്ക്ക് വളരെ നന്നായിട്ടറിയാം. വചനം അയച്ച് കർത്താവ് അതിന് സൗഖ്യം നൽകും. വിശുദ്ധന്മാരെ അയച്ച് അതിന് പരിഹാരമുണ്ടാക്കും. ഇന്നിതാ വിശുദ്ധനായ പൊളികാർപ്പ് നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. പിതാവ് പറയുന്ന ഒരു വചനമുണ്ട്, ജെറമ്യാ 31:3. വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. മക്കളെ, സഭാ പിതാവായ വിശുദ്ധ പൊളികാർപ്പ് ഈശോയുടെ ശിഷ്യനായ വിശുദ്ധ യോഹന്നാൻ്റെ ശിഷ്യനായിരുന്നു. താൻ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ തീയിൽ ദഹിപ്പിക്കപ്പെടുമെന്നൊരു ദർശനം ഈശോ സഭാപിതാവായ പൊളികാർപ്പിന് നൽകിയിരുന്നു. ബിഷപ്പായിരുന്ന പൊളികാർപ്പിനെ ശത്രുക്കൾ ബന്ധിച്ച് ഈശോയിലുള്ള വിശ്വാസം ഉപേക്ഷിച്ചാൽ രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് നിർദ്ദേശിച്ചു. എന്നാൽ പൊളികാർപ്പ് പറഞ്ഞു, ഈശോയെ ഉപേക്ഷിച്ച് എനിക്കൊരു രക്ഷയും വേണ്ട. ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണ് ഞാൻ. ഇത് കേട്ട് അധികാരി പറഞ്ഞു, യേശുവിനെ ഉപേക്ഷിക്കുകയില്ല എങ്കിൽ വന്യമൃഗത്തിന് തിന്നാൻ ഇട്ടുകൊടുക്കും. അപ്പോൾ ഉറച്ച സ്വരത്തിൽ പൊളികാർപ്പ് പറഞ്ഞു, ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു, ഈശോ മാത്രം ഏകദൈവം. ഉടനെ അധികാരി കൽപ്പിച്ചു, പൊളികാർപ്പിനെ തീയിലിട്ട് കൊല്ലുക. പൊളികാർപ്പ് പ്രാർത്ഥിച്ചു, ദൈവമേ, നിന്നോടൊപ്പം സഹിക്കാൻ നിന്റെ കാസയിൽ എന്നെ കൂടി ഉൾപ്പെടുത്തിയതിന് നന്ദി പറയുന്നു. കൊല്ലാനായിട്ട് ഉത്തരവിട്ടു. ശരീരത്തിൽ തീയിട്ടപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ചുറ്റും മറ്റൊരു സ്വർഗീയ തീ ഇറങ്ങി. ആ സ്വർഗീയ തീയുടെ ചൂട് കൊണ്ട് ചൂട് ഏൽക്കാതെ സംരക്ഷണ കവചം തീർത്തു. പിന്നീട് പടയാളികൾ പൊളികാർപ്പിനെ ആയുധം കൊണ്ട് കുത്തിക്കൊന്നു. ശരീരത്തിൽ നിന്ന് ഒഴുകിയ രക്തം ആ തീയെ കെടുത്തി. മക്കളെ, ഇതുപോലെയാണ് സഭയിലെ പിതാക്കന്മാർ സഭയ്ക്ക് വേണ്ടി രക്തം ചിന്തി തൻ്റെ ജീവിതം കൊടുത്ത് രക്ഷിച്ചത്. യേശുവിനോടുള്ള സ്നേഹവും ആത്മാക്കളോടുള്ള സ്നേഹവുമാണ് ഈ സഭാപിതാക്കന്മാരെ ഈ വലിയ ത്യാഗത്തിന് രക്തസാക്ഷിയായി തീരുവാൻ ഇടവരുത്തിയത്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ രക്തസാക്ഷിയായിരിക്കുന്ന വിശുദ്ധ പൊളികാർപ്പ് നമ്മുടെ യുവതികളിലേക്ക്, യുവാക്കന്മാരിലേക്ക്, കുടുംബത്തിലേക്ക് കടന്നു വന്ന് ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ സുവിശേഷം കേൾക്കുന്ന എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.